ദക്ഷയാഗവുമായി ബന്ധപ്പെട്ടാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം. ദക്ഷനിഗ്രഹത്തിന് ശേഷം തലയില്ലാത്ത ദക്ഷൻ്റെ ആ ശരീരം വീരഭദ്രന് ചുറ്റുകൂടി നുരുണ്ടു ജീവന് വേണ്ടി യാചിച്ചു. ഇത് കണ്ട ശിവന്റെ ആജ്ഞ മൂലം വീരഭദ്രസ്വാമി ഒരു നാൽക്കാലിയുടെ തലയറുത്തു വെച്ചു ദക്ഷന് ജീവൻ നൽകി എന്നാണ് ഐതിഹ്യം. അപ്പോൾ നിരപരാധിയായ ഒരു നാൽക്കാലിയുടെ തലയിറക്കേണ്ടി വന്ന ദുഃഖഭാരത്താൽ വീരഭദ്രസ്വാമിയും ഭൂതഗണങ്ങളും അട്ടവടി കായൽ അറബിക്കടലും കല്ലടയാറും സംഗമിക്കുന്ന തുകേടി സംഗമമാണ് ഈ അട്ടമടിക്കായൽ. അവിടെ മുങ്ങിക്കുളിച്ചു ഈറനോടെ വന്ന് ഈ അട്ടമടിക്കായലിലെ മണൽ പരപ്പിൽ കിടന്ന് ശയനപ്രദർശനം നടത്തി. അതിനുശേഷം സൗമ്യഭാവം കൊണ്ട വീരഭദ്രസ്വാമി വടക്ക് ദർശനമായി വീരഭദ്രസ്വാമി ഭക്തജനങ്ങൾക്ക് ദർശനം നൽകി വരുന്നു. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഈ മഹാക്ഷേത്രത്തിന് മേൽക്കൂരയില്ല എന്നുള്ളത് ഒരു പ്രത്യേകത തന്നെയാണ്. ആകാശം മുട്ടെ നിൽക്കുന്ന മൂർത്തി സ്വഭാവമായിട്ടാണ് വീരഭദ്രസ്വാമിയെ കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ കുടികൊള്ളുന്ന ഈ ഹനുമാൻ സ്വാമി, കേരളത്തിലെ ഹനുമാൻ സ്വാമി പ്രതിഷ്ഠയിൽ വെച്ച് 2ാം സ്ഥാനത്തെ വിഗ്രഹം അട്ടമടി സ്ഥിതി ചെയ്യുന്ന സ്വാമിക്ക് ഈ ഹനുമാൻ സ്വാമിക്ക് ആണ് എന്നുള്ളത് ഇവിടുത്തെ പ്രത്യേകത തന്നെയാണ്. ഇവിടുത്തെ ഉദ്ദിഷ്ടകാര്യലബ്ധിക്കും സർവ്വൈശ്വര്യത്തിനും ഗുരുക്കളുടെ രോഗശാന്തിക്കും സന്താന സൗഭാഗ്യത്തിനും വേണ്ടി കേരളത്തിൽ നിന്ന് മാത്രമല്ല സംസ്ഥാനത്ത് നമ്മുടെ അന്യ സംസ്ഥാനത്ത് നിന്ന് പോലും 10,000കണക്കിന് ഭക്തജനങ്ങൾ ഇവിടെ എത്തുന്നുണ്ട്. അതുപോലെ തന്നെ KSRTC സ്പെഷ്യൽ സർവീസുകൾ ഇപ്പോൾ കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്ന് എത്തിച്ചേരുന്നതിന് വേണ്ടി കേരളത്തിൽ KSRTC 50ഓളം KSRTC സർവീസുകളുണ്ട്. അതുപോലെ തന്നെ വാട്ടർ ട്രാൻസ്പോർട്ട് ഒരു 10ഓളം വാട്ടർ ട്രാൻസ്പോർട്ട് സർവീസുകൾ ഇവിടെ നടത്തുന്നുണ്ട്. പിന്നെ ഫയർഫോഴ്സിൻ്റെ സേവനമുണ്ട്. അതുപോലെ തന്നെ എല്ലാ പോലീസാണെങ്കിലും സിറ്റി പോലീസ് കമ്മീഷന്റെ വരെ സേവനം ഉണ്ടായിരിക്കും. ഇവിടുത്തെ ഉരുൾ നേർച്ചയാണ് ഇവിടുത്തെ പ്രധാന നേർച്ച. മാത്രമല്ല എന്തിനു വേണ്ടിയാണ് ഉദ്ദിഷ്ടകാര്യലബ്ധിക്കും സർവ്വ-ഐശ്വര്യത്തിനും ഉരുക്കളുടെ രോഗശാന്തിക്കും വേണ്ടിയാണ് ഇവിടെ ഭക്തജനങ്ങൾ ഉരുൾ നേർച്ച നടത്താറുള്ളത്. അട്ടമടിക്കായലും അറബിക്കടലും കല്ലടയാറും സംഗമിക്കുന്ന ത്രിവേണി സംഗമമായ അട്ടമടിക്കായൽ മുങ്ങിക്കുളിച്ചു ഈറോഡ് വന്ന് ശ്രീകോവിൽ ചുറ്റും 3 പ്രാവശ്യം നടന്ന ചടങ്ങാണ് ഉരുൾ നേർച്ച. ഉരുൾ നേർച്ചയ്ക്ക് അഥവാ നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ തന്നെയും അനേക ബാലന്മാർ ഈ നേർച്ചകൾ നടത്താനായിട്ട് സന്നദ്ധരായിട്ട് ഇവിടെ 24 മണിക്കൂർ നിൽപ്പുണ്ട്. പത്തളം ക്ഷേത്ര പരിസരത്ത് വൻപിച്ച കാർഷിക വ്യാപാര മേളയും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കേരളത്തിലെ കരിമ്പും കമ്പിളി നാരകയും ഏറ്റവും കൂടുതൽ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് അട്ടമടി വീരഭദ്രസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തിനാണ്. 24-ന് ആരംഭിച്ച ഈ ഉരുൾ നേർച്ച മഹോത്സവം ഇന്ന് രാത്രി 9-10 മണിയോടുകൂടി സമാപിക്കുന്നതാണ്. എല്ലാ വർഷവും കന്നിമാസം തന്നെയായിരിക്കും. എല്ലാ മാസവും കന്നിമാസം തന്നെയാണ് ഉരുൾ നേർച്ച മഹോത്സവം നടത്താറുള്ളത്. പക്ഷേ ഇത് 9 മണി വരെ ഉള്ളത് തന്നെയും 10-12 മണി കഴിഞ്ഞാലും ഉരുൾ നേർച്ച സമാപിക്കുന്നതായിട്ട് തോന്നുന്നില്ല.